അൻവർ ഒന്നൊന്നായി പുറത്തുവിട്ട ആരോപണങ്ങൾ എത്തി നിൽക്കുന്നത് ADGP RSS ബന്ധമെന്ന പുതിയ തലത്തിൽ. CPM RSS ബന്ധം ആരോപിച്ച് കളം കൊഴിപ്പിച്ചും കടന്നാക്രമിച്ചും പ്രതിപക്ഷം. ADGP RSS നേതാവിനെ കാണുന്നതിൽ തെറ്റെന്തെന്ന ചോദ്യമുയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി BJPയും. RSS നേതാക്കളായ ദത്താത്രേയ ഹൊസബലയുമായും റാം മാധവുമായും MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് സർക്കാരിന് ഇരട്ട പ്രഹരം. കഴിഞ്ഞ വർഷം മെയ് 22-ന് ഹൊസബലയുമായി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തിയതിനുള്ള സ്ഥിരീകരണം ADGP മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ വിശദീകരണത്തിൽ. റാം മാധവിനെ കണ്ടത് ഡിസംബറിൽ കോവളത്തെ ഹോട്ടലിലെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. PV അൻവറിന്റെ ആരോപണം മുതൽ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വരെ നീളുന്ന കാര്യങ്ങളിൽ ADGP അജിത് കുമാറിനെതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്ന ആകാംക്ഷ നിലനിൽക്കെ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുമായി DGPയുടെ നിർണായക കൂടിക്കാഴ്ച. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ജോൺ ബ്രിട്ടാസ് MP-യും പങ്കെടുത്തു. ക്രൈംബ്രാഞ്ച് DGP H വെങ്കിടേഷിനെ വിളിച്ചുവരുത്തി. ആരോപണങ്ങളും തെളിവുകളും അന്വേഷണ സംഘത്തിന് മുന്നിൽ അക്കമിട്ട് നിരത്തി PV അൻവർ. മൊഴിയെടുപ്പ് നീണ്ടത് 10 മണിക്കൂറോളം. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വിശദമായ മൊഴി നൽകിയെന്ന് പ്രതികരണം. തൃശൂർ പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തിയത് VD സതീശനും MR അജിത് കുമാറും ചേർന്ന്. പുനർജനി കേസ് അട്ടിമറിക്കാൻ RSS നേതാക്കളെ സതീശൻ കണ്ടു. തൃശൂർ സീറ്റ് BJPക്ക് ലഭിച്ച സമ്മാനം. സത്യം പുറത്തു കൊണ്ടുവരുമെന്നും അൻവർ. മുൻകൂർ ജാമ്യത്തിന്റെ ആശ്വാസത്തിൽ കഴിഞ്ഞ മുകേഷിന് തിരിച്ചടിയായി പീഡന പരാതികൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ ആവശ്യം. മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും. നടിയുടെ മൊഴി അവിശ്വസിക്കുന്നതാണ് ജാമ്യ ഉത്തരവെന്നും 15 വർഷം മുമ്പുള്ള സംഭവം എന്ന വാദം നിലനിൽക്കില്ലെന്നും കോടതിയെ അറിയിക്കും. അപ്പീൽ നൽകുക ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശത്തെ തുടർന്ന്. നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയതിന്റെ പേരിൽ ഹണി ട്രാപ്പ് എന്ന പേരിൽ തന്നെ കുടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് സംശയിക്കുന്നതായി പരാതിക്കാരി. പീഡനം നടന്നത് ഡിസംബർ 14, 15 തീയതികളിലെന്ന് പറഞ്ഞത് ഉറക്കപ്പിച്ചിൽ. പീഡനം ഏൽക്കേണ്ടി വന്ന കാലയളവ് അന്വേഷണ സംഘത്തോട് പറഞ്ഞു. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും യുവതി. നടിയുടെ മുറിയിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ച നിർമ്മാതാവിനെ ചോദ്യം ചെയ്തതോടെ സിനിമയിൽ നിന്ന് വിലക്കിയെന്ന് സംവിധായിക സൗമ്യ സദാനന്ദൻ. മലയാള ചലച്ചിത്ര മേഖലയെ സുരക്ഷിത തൊഴിൽ മേഖലയാക്കി മാറ്റാൻ പെരുമാറ്റച്ചട്ടം തയ്യാറാക്കുന്നുവെന്ന് വിമൻ ഇൻ സിനിമ കളക്ടീവ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സിനിമാ വ്യവസായത്തെ പുനർനിർമ്മിക്കുക ലക്ഷ്യം. പുതിയ നിർദ്ദേശങ്ങൾ പരമ്പരയായി മുന്നോട്ട് വയ്ക്കുമെന്നും സോഷ്യൽ മീഡിയ പേജിൽ പ്രഖ്യാപനം. സിനിമാ കോൺക്ലേവിനെ എതിർത്ത് നടി രഞ്ജിനി. കോൺക്ലേവിന്റെ പേരിൽ സമയവും പണവും പാഴാക്കുന്നത് നിർത്തണമെന്നും താരം ഫേസ്ബുക്കിൽ. വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായതിനെ തുടർന്ന് നടൻ വിനായകനെ കസ്റ്റഡിയിലെടുത്ത് ഹൈദരാബാദ് പോലീസ്. നടപടി CISFന്റെ പരാതിയിൽ. ഹൈദരാബാദിൽ ഇറങ്ങിയത് ഗോവയിലേക്ക് പോകാനുള്ള കണക്ടിംഗ് വിമാനത്തിനു വേണ്ടി. വിനായകൻ നിലവിൽ RGI എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ. താരം മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ്. വയനാട് തലപ്പുഴ മരം മുറി കേസിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് DFO. നിർദ്ദേശം അനുമതിയില്ലാതെ 73 മരങ്ങൾ വെട്ടിയെന്ന് ചൂണ്ടിക്കാട്ടി. CCFന് റിപ്പോർട്ട് നൽകി. ഫെൻസിംഗിനായി മരം മുറിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ചട്ടപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് മരം മുറിച്ചതെന്നാണ് കണ്ടെത്തൽ. അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകിയത് വനമന്ത്രി AK ശശീന്ദ്രൻ. ഒളിമ്പിക് താരം വിനേഷ് ഫോഗാട്ടിനെതിരെ വിമർശനവുമായി ഗുസ്തി ഫെഡറേഷൻ മുൻ മേധാവിയും BJP നേതാവുമായ ബ്രിജ്ഭൂഷൺ. ഒളിമ്പിക്സിൽ പോകാൻ വിനേഷ് ഫോഗാട്ട് തട്ടിപ്പ് കാണിച്ചു. അതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് മെഡൽ നഷ്ടമെന്നും ബ്രിജ്ഭൂഷൺ. വിനേഷിനെതിരായ പരാമർശം രാജ്യത്തോടുള്ള മനോഭാവമെന്ന് വിമർശിച്ച് ബജ്രംഗ് പുനിയ. 1998-ൽ ഇന്ത്യക്കെതിരെ നടത്തിയ കാർഗിൽ യുദ്ധത്തിൽ പങ്കുണ്ടെന്ന് ആദ്യമായി പരസ്യസമ്മതം നടത്തി പാകിസ്ഥാൻ സൈന്യം. വെളിപ്പെടുത്തൽ പാക് സൈനിക മേധാവി ജനറൽ സയ്യിദ് അസ്ലിം മുനീറിന്റേത്. തുറന്നു പറച്ചിൽ പാക് പ്രതിരോധ ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ. യുദ്ധത്തിൽ പാക് സൈന്യം നേരിട്ട് പങ്കെടുത്തിട്ടില്ലെന്നായിരുന്നു ദീർഘകാലമായി പാകിസ്ഥാൻ മുന്നോട്ട് വച്ചിരുന്ന വാദം.